നമ്മൾ മാർക്കറ്റ് ഒരു 700-800 പോയിന്റുകൾ കറക്റ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് കണ്ടത്. നമ്മൾ ഫിച്ചിൻ്റെ റിപ്പോർട്ടിനെ നമുക്ക് പറയാമെങ്കിൽ പോലും മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച്ഡ് ആയിരുന്നു അല്ലേ. പല വീഡിയോസിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായത് മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച്ഡ് ആണ്. സ്ട്രെച്ച്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? കറക്ഷൻ നാച്ചുറലാണ്, നാച്ചുറൽ ഫിനോമിനനാണ്. അപ്പോൾ സാധാരണ റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് മാർക്കറ്റ് കറക്ഷനിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല സ്റ്റോക്കിനോടൊപ്പം തന്നെ മോശം സ്റ്റോക്കും കയറും. മോശം സ്റ്റോക്കിൻ്റെ റിസൾട്ട് വളരെ ബാഡായിട്ട് വരാൻ നേരത്ത് ആ മോശം സ്റ്റോക്കൊക്കെ ഭയങ്കര സ്പീഡിൽ താഴെ പോകും. നല്ല സ്റ്റോക്കെല്ലാം മാനേജ് ചെയ്ത് നിൽക്കും. അടുത്ത കയറ്റത്തിന് നല്ല സ്റ്റോക്ക് അതിനേക്കാളും ബെസ്റ്റായിട്ട് കയറിപ്പോകും. ഇതാണ് മാർക്കറ്റിൽ നടക്കുന്ന ഫിനോമിനൻ. നല്ല സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? കൺസിസ്റ്റൻറ്റ് റിസൾട്ട് കൊടുത്ത ബെസ്റ്റ് വാല്യൂഷനുള്ള സ്റ്റോക്കിനാണ് നമ്മൾ പൊതുവെ നല്ല സ്റ്റോക്ക് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ട്രെൻഡ്സ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ബേസിക്കലി റിസൾട്ട് ഓറിയൻറ്റഡ് വീഡിയോസിനെ കുറിച്ചുള്ള ഒരു ലെവലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നല്ല റിസൾട്ട് കൊടുക്കുന്ന സ്റ്റോക്കുകൾ, ബെസ്റ്റ് വാല്യൂസ് കൊണ്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ ഏതാനും മണിക്കൂറിനുള്ളിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. 28 വീഡിയോ ഓൾറെഡി Q1 റിസൾട്ടിൻ്റെ ബേസിൽ നല്ല ക്വാർട്ടർ റിസൾട്ട് കൊടുത്ത സ്റ്റോക്കിൻ്റെ ബേസിൽ വാല്യൂസ് കൊണ്ട് കിടക്കുന്ന സ്റ്റോക്കിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ട്രെൻഡ്സിലേക്ക് സ്വാഗതം. കാര്യം ട്രെൻഡ്സിൽ താങ്കൾ എന്തെങ്കിലും ജോയിൻ ചെയ്താൽ താങ്കൾക്ക് തീർച്ചയായും മനസ്സിലാകും ഇത് ജോയിൻ ചെയ്യാൻ വൈകിപ്പോയി എന്നുള്ള ഒരു ചിന്ത തീർച്ചയായും താങ്കൾക്കുണ്ടാകും. അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള കണ്ടൻസാണ് നമ്മൾ അതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എഗ്രിവേഴ്സ് ട്രെൻഡ്സിനെ കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. മേ ബി ഓവർ എ പീരീഡ് 2 to 3 months ആ രീതിയിലൊക്കെ എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് മുതൽ 23 ഡേയ്സിൻ്റെ നമുക്കൊരു സ്വിംഗ് ട്രെയിനിൻ്റെ തറവായിട്ടൊരു സെഷനുണ്ട്. അതിൻ്റെ അകത്ത് ബ്ലോക്ക് ബസ്റ്റർ ഫണ്ട അനാലിസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിക്കുന്നുണ്ട്, നമ്മൾ ബിഹേവിയർ പാറ്റേൺ പഠിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് കുറച്ചൊരു അഡ്വാൻസ്ഡ് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓപ്ഷൻസ് ട്രേഡിംഗ്, എസ്പെഷ്യലി സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിംഗ് എങ്ങനെ ഒരു തീറ്റ ഗാമ ഡെൽറ്റ യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പിയർ പ്രൈസ് ആക്ഷൻ വെച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ. സാധാരണ സ്റ്റോക്ക് ഓപ്ഷൻ നല്ലോണം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു തീറ്റ ഗാമ ഒന്നും നോക്കാറില്ല. ഞാൻ പിയർ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ എന്ന് സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്താലും ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഓപ്ഷൻ ചെയ്ത ആ ബ്രോക്കറിൻ്റെ ആ ഒരു പേജും ആ പ്രോഫിറ്റ് പേജും അതിനോടൊപ്പം തന്നെ ആ ഒരു ചാർട്ടും ഞാൻ സാധാരണ ബെഞ്ച് മാർക്സിൽ പോസ്റ്റ് ചെയ്യും. കാര്യം ബെഞ്ച് മാർക്സിലെ മെമ്പേഴ്സിനെ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ റെഡീസ് ലൈവ് ചെയ്ത ഒരു ഓപ്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് എക്സ്പാൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് പുറത്താണ് ഞാൻ ഈ ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. ആ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്താണ്, എക്സ്പാൻഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അത് മനസ്സിലാക്കണം. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഓപ്ഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ചെയ്യാനായിട്ട്. കാര്യം വോളറ്റിലിറ്റി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി കണക്കുക, ബാങ്ക് നിഫ്റ്റി കണക്കുക, എക്സ്ട്രീം വോളറ്റിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തലേദിവസമേ നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഓപ്ഷൻ ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വിംഗ് ട്രേഡ് തറവായിട്ടുള്ള ഒരാൾക്ക്, പ്രൈസ് ആക്ഷൻ തറവായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ സ്റ്റോക്ക് ഓപ്ഷനിൽ കൂടുതലായിട്ട് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വിംഗ് ട്രേഡിൻ്റെ ഒരു ഡെറിവേറ്റീവ് ഫോമാണ് സ്റ്റോക്ക് ഓപ്ഷൻ. നമ്മൾ സാധാരണ സ്വിംഗ് ട്രേഡിൽ നമ്മൾ ചെയ്യാത്ത 2 കാര്യങ്ങളുടെ സ്റ്റോക്ക് ഓപ്ഷൻ ആഡ് ചെയ്യും. ഓപ്ഷൻ ബൈയിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇൻട്രാഡേ ബൈ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റോക്ക് ബൈയിങ്ങിൽ, ഇൻട്രാഡേ ബൈയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. അത് റേഞ്ച് അനാലിസിസ് ആണ്, ഹാൾട്ട് അനാലിസിസ് ആണ്. ഇത് 2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കലി ഓപ്ഷൻ്റെ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഓപ്ഷനിൽ നമ്മൾ നിൽക്കുന്നത്. സാധാരണ അരമണിക്കൂറാം അല്ല 1 മണിക്കൂർ നമുക്ക് ഓപ്ഷനിൽ നോർമൽ കേസ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് നോർമലി ഈസ് ഫാന്റാസ്റ്റിക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എടുത്തു പറഞ്ഞു. പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, സ്വിംഗ് ട്രേഡ് തറവായിട്ടുള്ള ആൾക്ക് മാത്രമേ സ്റ്റോക്ക് ഓപ്ഷൻ ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റാണ്. നമുക്കിപ്പോൾ ചാർട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ട്രേഡിങ്ങിലെ വലിയൊരു കൺസെപ്റ്റാണ് വോളറ്റിലിറ്റി കോൺട്രാക്ഷനും വോളറ്റിലിറ്റി എക്സ്പാൻഷനും. നമ്മൾ ശ്രദ്ധിക്കണം, വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ കഴിഞ്ഞുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ട്രേഡിംഗ് സോണാണ്. ശരിക്കും നമ്മൾ പല ടൈം ഫ്രെയിമിൽ പല ലെവൽസിൽ നമ്മൾ ഇതിനെ വർക്ക് ചെയ്യും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ്റെ ഒരു ഇൻസൈഡ് ബാർ പാറ്റേൺ ആണ്. കണ്ടോ, ഈ ഒരൊറ്റ ബാസിൻ്റെ റേഞ്ചിൽ ടോപ്പ് മുതൽ താഴെ വരെയുള്ള റേഞ്ചിനുള്ളിൽ 1, 2, 3, 4, 5, 6 ബാസ് ഫോം ചെയ്തിട്ടാണ് നേരെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് കയറി പോകുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് സംഭവിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇൻസൈഡ് ബാറിൽ ബ്രേക്ക് ഡൗണും സംഭവിക്കാം. എങ്ങോട്ടാണെന്നുള്ള നോക്കിയിട്ടാണ് നമ്മൾ ട്രെയിനിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ആണെന്ന് വെച്ചാൽ ഈ ഒരു മദർബാർഡിനുള്ളിൽ ഈ ബാക്കിയുള്ള ബാസെല്ലാം കിടന്നിട്ട് വോളറ്റിലിറ്റി കുറഞ്ഞ് വന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുക. ഇതാണ് ബേസിക്കലി കൺസെപ്റ്റ്സ്. ഇതിനെക്കാട്ടിലും വലിയ ഒരു ഇൻസൈഡ് ബാർ കൺസെപ്റ്റ് ഉണ്ട്. അത് കോയിൽ ബാർ കൺസെപ്റ്റ് എന്ന് വേണം നമുക്കതിനെ പറയാൻ സാധിക്കും. ആ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്.
ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലത്തെ 9:15 5 മിനിറ്റ് ക്യാൻഡിലാണ് റെഡീസ് ലാബിൽ ഈ ഒരു ക്യാൻഡിൽ. ആ മദർ ബാറിനുള്ളിൽ 1 2 3 4 5 ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ മദർ ബാറും ഈ വോളറ്റിലിറ്റി കോൺട്രാക്ഷനും നേരത്തെ പറഞ്ഞ കോൺട്രാക്ഷനോട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ഇതിൻ്റെത്തുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ ബാറും തൊട്ടുമുമ്പത്തെ ബാറിനെക്കാളും ചെറിയതാണ് ഇൻ റേഞ്ചിൽ. റേഞ്ച് എന്ന് വെച്ചാൽ എന്താ, ടോപ്പ് മുതൽ ബോട്ടം വരെയാണ് റേഞ്ച് എന്ന് പറയുന്ന സാധനം. മദർ ബാർ റേഞ്ചിനേക്കാളും ചെറുതാണ് നെക്സ്റ്റ് വന്ന ബാർ, അത് ടോപ്പ് മുതൽ ബോട്ടം വരെ. അതിനേക്കാളും ചെറുതാണ് അടുത്ത ബാർ, ടോപ്പ് മുതൽ ബോട്ടം വരെ. അതിനേക്കാളും ചെറുതാണ് ഈ ബാർ, ചെറുതാണ് ഈ ബാർ, ചെറുതാണ് ഈ ബാർ. ഇതിനെ പറയുന്ന പേരാണ് കോയിൽ സ്പ്രിംഗ് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്നോ അല്ലെ കോയിൽ സ്പ്രിംഗ് ഇൻസൈഡ് ബാർ എന്നോ എന്ത് വേണം നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്യും. സാധാരണ ഞാൻ നേരത്തെ കാണിച്ച ഒരു എക്സാമ്പിൾ സാധാരണ നമ്മൾ സ്റ്റോക്കിൽ സാധാരണ കണ്ടുകിട്ടുന്ന ഒരു കാര്യമാണ്. സാധാരണ ഇൻസൈഡ് ബാർ നമ്മൾ കണ്ടുകിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ, ഒരു ഫോർമേഷൻ വളരെ റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫോർമേഷൻ തരുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ ഹ്യൂജ് ആയിരിക്കും. ശരിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ സംഭവിച്ച കാര്യമാണ്. ഈ ഒരു ബ്രേക്ക് സംഭവിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ്സ് മുമ്പ് ഞാൻ ഈ ചാർട്ട് ശരിക്കും എൻ്റെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് കോയിൽ ഇൻസൈഡ് ബാർ, നിങ്ങൾ എന്നെ വാച്ച് ചെയ്തോളൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പം സംഭവിച്ചു നോക്ക്. 9:15 ക്യാൻഡിൽ, 9:20, 25, 30, 35, 40. ഇനി ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് ഓപ്ഷൻ ആണ് ചെയ്തത്. സ്റ്റോക്ക് ഓപ്ഷൻ ഞാൻ ഈ ലെവലിൽ നിന്നാണ് മേടിച്ചത്. എന്താ ഈ ലെവലിൽ നിന്ന് മേടിക്കാൻ കാര്യം, ഈ ഒരു ബാറും ഈ ബാറും കഴിഞ്ഞ ശേഷം ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു ശരിക്കും അല്ലേ. ഇത് ലോവർ ലോസ് ആണ്, ഇത് ഹയർ ലോസ്. 1 2 3 4 ബാർ ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ മേടിച്ച ഓപ്ഷൻ പ്രൈസ് 162 രൂപ 30 പൈസയാണ്. അടുത്തൊരു 10 മിനിറ്റും എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സൂപ്പർ ബ്രേക്ക്ഔട്ട് കൊടുത്തു. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് എവിടെ വരെ പോയെന്നറിയാമോ? ഇത് ഈ ലെവലിൽ ബ്രേക്ക്ഔട്ട് പോയി. നിങ്ങൾ പ്രൈസ് നോക്കൂ, ഈ ലെവലിൽ പ്രൈസ് എത്ര, ഞാൻ മേടിച്ച ലെവലിൽ പ്രൈസ് എത്ര, അത് ഇവിടെ നോക്കൂ, പ്രൈസ് 5865. അത് കഴിഞ്ഞിട്ട് പ്രൈസ് വിത്തിൻ 1 2 3 50 മിനിറ്റ്സ് പ്രൈസ് എവിടെ വരെ എത്തി, ഇവിടെ നോക്കൂ 5900 എത്തി, 5900 എത്തി പ്രൈസ്. 35 രൂപയാണ് 1 2 3 ക്യാൻഡിൽ കൂടിയത്. ഓപ്ഷൻ 162 30 നിന്നും ഓപ്ഷൻ ക്ലോസ് ടു 198 പോയി. ഞാൻ സെയിം ഓപ്ഷൻ ഐ സോൾഡ് അറ്റ് 195. ഞാൻ ഏകദേശം ഈ ഭാഗത്ത് വെച്ച് വിറ്റെന്ന എൻ്റെ ഓർമ്മ. സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ച് സ്റ്റോക്ക് ഓപ്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ സാധാരണ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓപ്ഷൻ ചാർട്ടും ഓപ്ഷൻ ചെയ്ത ആ ബ്രോക്കറിൻ്റെ ആ പ്രോഫിറ്റ് പേജും കൂടെ ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന എൻ്റെ ടെലഗ്രാം ചാനലിൽ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൾക്കാർക്ക് ഷെയർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ആ ഓപ്ഷൻ ചെയ്തു, ഏത് പ്രൈസ് ആക്ഷനിലാണ് ഓപ്ഷൻ ചെയ്തത്, ഞാൻ ഗാമ തീറ്റ ഡെൽറ്റ ഒന്നും നോക്കാറില്ല. സിമ്പിൾ പ്രൈസ് ആക്ഷൻ, സിമ്പിൾ ഓപ്ഷൻ. ഞാൻ ഓപ്ഷൻ സ്റ്റോക്ക് ഓപ്ഷൻ ബയറാണ്. അതിൻ്റെ ആ പ്രൈസ് ആക്ഷനെ മാത്രം വിശ്വസിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഇവിടെ എടുത്തു എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ ഇറങ്ങി എന്നുള്ളത്, ഐ ഹാവ് ഗോട്ട് എക്സാക്ട് 20-21% പ്രോഫിറ്റ്. എനിക്ക് ഓവർ പീരീഡ് ഓഫ് 15 മിനിറ്റ്സിൽ എൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഇറങ്ങി. അതിന് ശേഷം നേരെ താഴെ പോയി. എപ്പോഴും ഈ ഒരു ബ്രേക്ക് ഹ്യൂജ് ബ്രേക്ക് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാർട്ട് നിങ്ങൾ ഇനി കണ്ടാൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയി കരുതിയിരിക്കുക, കണ്ട് മനസ്സിലാക്കുക. കാര്യം ഇത് തരുന്ന ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് തുറണമെന്നില്ല, ബ്രേക്ക്ഔട്ട് താഴത്തേക്കും വരാം. എന്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് എടുത്തെന്ന് വെച്ചാൽ, ഈ സ്റ്റോക്ക് ഓപ്ഷൻ എടുത്തെന്ന് വെച്ചാൽ, ഈ ഒരു ലോ കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ആണെങ്കിൽ ഒരു ഹയർ ലോസ്, ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ സെയിം ഹയർ ലോ എത്താൻ സപ്പോർട്ട് എടുത്തു. അതിൻ്റെ പുറത്താണ് ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ തന്നെ സപ്പോർട്ട് എടുത്തു. ഈ ക്യാൻഡിൽ ഞാൻ എൻ്റെ റിസ്ക് വളരെ കെയർഫുൾ ആയിട്ട് എടുത്താണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. ശരിക്കും സ്റ്റോപ്പ് ലോസ് ഞാൻ മനസ്സിൽ കണ്ടത് ഈ ലെവലിൽ തന്നെയാണ്. ഈ ലെവലാണ് സ്റ്റോപ്പ് ലോസ് കണ്ടത്. ശരി, ഈ ബ്രേക്ക് ഈ ഒരു ലോവർ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വർക്കൗട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലോസ് ടൈമിൽ ഈ ലെവലിൽ എടുത്തത്. ഈ ലെവൽ വരെ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. സിമ്പിൾ പ്രൈസ് ആക്ഷൻ മതി സ്റ്റോക്ക് ഓപ്ഷനിൽ വിജയിക്കാനായിട്ട്. പക്ഷെ കാത്തിരിക്കണം, കരുതിയിരിക്കണം, ഹോംവർക്ക് പക്കയായിട്ടിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റ് വർക്കൗട്ട് ചെയ്തിരിക്കണം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വിംഗ് ട്രേഡ് തറവായിട്ട് ഒരാൾക്ക്, പ്രൈസ് ആക്ഷൻ തറവായിട്ട് ഒരാൾക്ക് മാത്രമേ സ്റ്റോക്ക് ഓപ്ഷൻ ഇൻട്രാഡേ പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈ ആണ് ഞാൻ പറയുന്നത് ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം.